എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? എങ്ങനെ പോകുന്നു ഈ ആഴ്ച? മിഡ് വീക്കായി അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്ത് നോക്കാം. എപ്പോഴും നമ്മൾ റീഡിങ്സ് നോക്കുമ്പോൾ കാണാറുണ്ട് നിങ്ങളെപ്പറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട് എന്നൊക്കെ അല്ലേ നിങ്ങളുടെ പേഴ്സൺ. നമുക്ക് നോക്കിയാലോ എന്ത് തരം മാനിഫെസ്റ്റേഷൻസ് ആണ് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന്. നോക്കാം അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ. അതൊരു പക്ഷേ ആ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന സമയത്ത് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്കറിയാമല്ലോ അവർ ഏത് രീതിയിലാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അത് നോക്കട്ടെ എന്ന് ഓർക്കുക. ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി ഒന്ന് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. വേറെന്താണ്, എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞു തരൂ. ഡിവൈൻ want to know what does my viewers person manifest about my viewers. എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ. ദ വീൽ അത് എടുക്കാം കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. വാട്ട് ഡു ദേ മാനിഫെസ്റ്റ് അബൌട്ട് ദം? വാട്ട് ഡു ദേ മാനിഫെസ്റ്റ് അബൌട്ട് ദം? ടെമ്പറൻസ്, wow. 10 of Pentacles, Ace of Pentacles, Chariot, Devil. ഇതൊന്ന് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. സ്റ്റാർ, Ace of Cups, King of Wands, Queen of Pentacles. നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെ പറ്റി അവർ നല്ല പോലെ എന്താ പറയുക ആലോചിക്കാറുണ്ട് കേട്ടോ. 9 of Cups ആലോചിക്കുക പറഞ്ഞാൽ കൺസേൺഡ് ആയിട്ട് ആലോചിക്കാറുണ്ട്. 4 of Wands വെരി ഗുഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് എംപ്രസ്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ബാഡ് ലക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്കും കേട്ടോ ഒരു ബാഡ് ലക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ ആണ്, എന്തെങ്കിലും മനസ്താവമാണ്, അല്ലെങ്കിൽ തുറന്ന് പറയാൻ പറ്റാതിരിക്കലാണ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ആ സിറ്റുവേഷൻ മാറി വരണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതിന് വേണ്ടിയിട്ട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തണം, സമാധാനപരമായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കണം എന്നുള്ള രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലതായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, 10 of Pentacles വെച്ച് നിങ്ങൾ അവരുടെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം, അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കണം എന്ന് അവരെന്ന് വെച്ചാൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ്. അവരുടെ ഫാമിലിയുടെ സമ്മതത്തോടു കൂടി നിങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കണം. അച്ഛനമ്മ അവരുടെയൊക്കെ സമ്മതം വാങ്ങിച്ച് അങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഐസ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ അതൊരു ന്യൂ പ്രപ്പോസൽ ആയിരിക്കാം. നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചാരിയറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്. പിന്നെ മനസ്സിൽ ഒരു ഇത് വരണ്ട, അത് തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 2 of Swords. അത് നിങ്ങളൊരു തീരുമാനം എടുക്കാതെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറച്ച തീരുമാനം അവർക്ക് കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ക്ലാരിഫൈ ഡെവിൾ, ക്ലാരിഫൈ ഡെവിൾ. ഡെവിൾ വെച്ചിട്ട് എന്താണ്? ക്ലാരിഫൈ ഡെവിൾ, ക്ലാരിഫൈ ഡെവിൾ, ക്ലാരിഫൈ ഡെവിൾ, പ്ലീസ് ക്ലാരിഫൈ ഡെവിൾ. ലവേഴ്സ്, അത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ അല്ലേ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അവര് നിങ്ങളുമായിട്ട് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ്
മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് സ്നേഹം തന്നെയാണ്, ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. അവർ അതിതീവ്രമായിട്ട് ഒരു മാഗ്നറ്റിക് പുള്ള് നിങ്ങളുടെ നേരെ ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ നിങ്ങളുടെ നേരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി വേണം എന്നവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം എന്നും അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് എന്താണ്, നിങ്ങളുടെ മുഴുവനായിട്ടുള്ള സ്നേഹം അവർക്ക് കിട്ടണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അവരുടെ സ്നേഹം മുഴുവനായി അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് ഓവർവെൽമിംഗ് ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. അതേ തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചും അവരോട് തോന്നണം എന്നുള്ള രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വാണ്ട്സ് വെച്ചിട്ട് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. അവർക്കറിയാം നിങ്ങൾക്ക് അവരോട് റെസ്പെക്റ്റ് ആണ്, തിരിച്ചും അവർക്ക് അങ്ങനെ തന്നെയാണ്. ആ റെസ്പെക്റ്റോടും എന്താ പറയുക, ആദരവ് എന്ന് പറയില്ല, ആദരവോടും സ്നേഹത്തോടും അട്രാക്ഷനോടും എല്ലാം കൂടി തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒന്നിച്ചു പോവാൻ സാധിക്കണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്ത് മാനിഫെസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവണം, വളരെ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വരണം, അവിടെ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടണം, സക്സസ് കിട്ടണം എന്നൊക്കെ ഇവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. എത്ര നല്ല കാര്യം അല്ലേ. 9 ഓഫ് കപ്സ് വെച്ച് അവരുടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്, നിങ്ങളുടെ ഒരു പ്രസൻസ് മാത്രം ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടി അവരുടെ ആ ഭാഗ്യത്തിലേക്ക് ഇൻക്ലൂഡ് ആവണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അവർ ഡിവൈൻ്റെ അടുത്ത് താങ്ക് ചെയ്തിട്ട് തന്നെയാണ്, നന്ദി പറഞ്ഞിട്ട് തന്നെയാണ് അത് പറയുന്നത്. ബാക്കിയെല്ലാം എനിക്ക് ഡിവൈൻ തന്നിട്ടുണ്ട്, ഇതും കൂടി എനിക്ക് വേണം, ഇവരും കൂടി എൻ്റെ ലൈഫിൽ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. 4 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് എന്താണ്, ഒന്നുകിൽ അവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹം, ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തണം എന്ന്, ഇത് രണ്ടും തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം, ഒരു പുതിയ തുടക്കം ലൈഫിൽ നിങ്ങളുമൊത്ത് വേണം എന്ന് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന. ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് ആവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ഒരു ജീവിതം, അതും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എംപ്രസ് കാർഡായിരുന്നു ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമുക്ക് വന്നത്. എംപ്രസ് വെച്ചിട്ട് നിങ്ങളെപ്പോലെ ഒരാളെ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ ഇവരെ വല്ലാതെ ആകർഷിക്കത്തക്ക ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്നും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്, മനസ്സിലായില്ലേ. നിങ്ങളുടെ പേഴ്സണാലിറ്റി അവർ അത്രയ്ക്ക് ആകർഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, തുടർച്ചയായിട്ട് ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഖം പെട്ടെന്ന് മനസ്സിൽ ഇവർക്ക് വരും. ഒരു നിമിഷം പോസ് ചെയ്താൽ അവിടെ നിങ്ങളുടെ മുഖമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. രാവിലെ ആദ്യം എണീറ്റാൽ, ഉണർന്ന് എണീക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മുഖമായിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇവർ എണീക്കുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റായി പോവാണ് നിങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്കും തുടർച്ചയായിട്ട് ഇവരുടെ ചിന്തകൾ വരുന്നുണ്ടായിരിക്കും. കാരണം എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഒരു മിററിങ് എഫക്റ്റ് പോലെ ചിന്തകൾ ഒരു എന്താ പറയുക നിങ്ങൾക്കും വരുന്നത്. അവരെക്കുറിച്ച് നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണ് അവർ കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. വേറെ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ വേറെ എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യാറ് ഇവരെ പറ്റിയിട്ട്? മെജീഷ്യനെ മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, മെജീഷ്യൻ കാർഡ് വരാറൊക്കെ ഞാൻ പറയാറില്ല, 24 മണിക്കൂറും നിങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്. എംപ്രസിന്റെ കാർഡിന്റെ വേറൊരു വിഭാഗം എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്കൊരു ഇതും കൂടി പറയാം. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മയായിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലും പറയാം. മജീഷ്യൻ വെച്ചിട്ടും തുടർച്ചയായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ അങ്ങ് മാനിഫെസ്റ്റ് ആയി പോവുകയാണ് കേട്ടോ. അല്ലാതെ തന്നെ ഇവര് വേറെ മാനിഫെസ്റ്റേഷൻസ്, പ്രാർത്ഥനകള്, വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോഡ് വേർഡ്സ്, സ്വിച്ച് കോഡ്സ് യൂസ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം.
ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, നിങ്ങൾ അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ആവണം എന്നൊക്കെയുള്ള രീതിയിൽ മാനിഫെസ്റ്റ്, നിങ്ങൾ അവരൊരു പാർട്ട്ണറായി കാണണം എന്നുള്ള രീതിയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റായി പോകുന്നത്. നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടും കൂടി അവരുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം എന്ന് അവർ വിചാരിക്കണം. അതായത് നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ആ കണക്ഷൻ വിട്ട് കളയാൻ അവർക്ക് താല്പര്യമില്ല. ജീവിതം മുഴുവൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. റീയൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് മ്യൂച്വൽ ലവ് ആണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെപ്പറേഷനിലാണെങ്കിൽ തീർച്ചയായും റീയൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ലവ് ആണെങ്കിൽ നിങ്ങളെ കാണണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു. പറയാൻ സാധിക്കണം, പ്രപ്പോസ് ചെയ്യാൻ സാധിക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അല്ല, നിങ്ങൾ പ്രോപ്പർ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു പെർമനന്റ് യൂണിയൻ ഉണ്ടാവണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അല്ലേ. പേജ് ഓഫ് സ്വാർഡ്സ്, നിങ്ങളിൽ നിന്നും ഒരു കോൾ, മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും വരണം എന്ന് അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ വേൾഡ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം കേട്ടോ. അപ്പൊ അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് എത്താൻ പറ്റിയിരുന്നെങ്കിൽ, ഒരേ സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്നാൽ ഫ്രീക്വന്റ് ആയിട്ട് കൂടുതലായിട്ടും തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം വരുമല്ലോ. ലോങ് ഡിസ്റ്റൻസ് ആവുമ്പോൾ എന്നും തമ്മിൽ കാണുന്നത് പോസിബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 3 ഓഫ് പെൻഡക്കിൾസ്, ഒന്ന് നോക്കട്ടെ, ഒന്ന് ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. എന്താണ് അവിടെ 3 ഓഫ് പെൻഡക്കിൾസ് വരാൻ കാര്യം? ഓക്കെ, അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകണം എന്നാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. 3 ഓഫ് പെൻഡക്കിൾസ് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഓക്കെ, ആ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിങ്ങളെ വിട്ടു പോകണം, എന്നാലല്ലേ ഇവർക്ക് ഒരു എൻട്രി കിട്ടുള്ളൂ. അതും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളോടുള്ള സ്നേഹം കാരണമാണ് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് കാർഡ്, പ്ലീസ് ഗിവ് മീ ദ ലാസ്റ്റ് കാർഡ്. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവർ കൂടുതലായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്നും കണക്റ്റഡ് ആയിരിക്കണം, ഇൻ ടച്ച് ആയിരിക്കണം. നിങ്ങൾ തുറന്ന് സംസാരിക്കാറില്ലെങ്കിൽ തുറന്ന് സംസാരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് അവരോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പറയാൻ സാധിക്കണം, അതുമായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പറയാൻ സാധിക്കണം എന്നുള്ള രീതിയിലും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മാനിഫെസ്റ്റേഷൻസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് വേണോ? മെസ്സേജസ് വേണേ എടുത്തു തരാം, 110 മെസ്സേജസ്.